CPM നേതാക്കളൊക്കെ കൂട്ടത്തോടെ BJPയിലേക്ക് മാറുകയാണ്. ഇനി BJPയിലെത്തിയാലേ രക്ഷയുള്ളൂ എന്ന് തോന്നിയിട്ടാണോ അതോ മോദി ഭരണത്തിന്റെ മോദി പ്രഭാവം ഉൾക്കൊണ്ടിട്ടാണോ ഈ മാറ്റമെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും CPMലെ നേതാക്കളെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ തന്നെ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുകയാണ് BJP. ഓപ്പറേഷൻ താമര എന്ന പേരിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ നിരവധി പ്ലാനുകളാണ് ഇന്ന് BJPക്കുള്ളത്. അതിൽ ഒന്ന് തന്നെയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെ മുതിർന്ന അല്ലെങ്കിൽ കട്ടയ്ക്ക് നിൽക്കുന്ന നേതാക്കളെ തങ്ങളുടെ ചേരിയിലേക്ക് മാറ്റുക എന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ട നൽകിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ അത് നല്ല വൃത്തിയായി നിർവഹിക്കുകയും ചെയ്യും. MV ഗോവിന്ദനും പിണറായി സർക്കാരുമൊക്കെ 4 വാർഡും ഓട്ടം തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, സുധാകരനെ BJP അങ്ങെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊരു വജ്രായുധം BJPയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. പിണറായിക്കും MV ഗോവിന്ദനും പേടി ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങുമോ എന്ന് തന്നെയാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അമിത്ഷാ തന്നെയാണ് ശോഭാ സുരേന്ദ്രന് ഇങ്ങനെയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതിനു മുൻപ് മറ്റൊരു മുതിർന്ന നേതാവ് BJPയിലേക്ക് വരുന്നു എന്നൊരു രഹസ്യം, ഒരു ബോംബ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചിരുന്നു. EP ജയരാജനായിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ ആ സംഭവത്തിൽ EP ജയരാജൻ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തിരുന്നു. താൻ അങ്ങനെ BJPയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് EP അന്ന് പറഞ്ഞത്. എന്നാൽ സുധാകരൻ BJPയിലേക്ക് വരും എന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ ഉറപ്പായി കഴിഞ്ഞു. സുധാകരൻ മോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നതോടെയാണ് CPMലേക്ക് വഴിവെട്ടാൻ ശോഭാ സുരേന്ദ്രന് പാതയൊരുങ്ങിയത്. ഇടഞ്ഞു നിൽക്കുന്ന CPM നേതാക്കളെ ചൂണ്ടാൻ BJP ഓപ്പറേഷൻ താമര പയറ്റി തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്ത്യൻ വോട്ടുകളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ അനുഭാവങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചും മറ്റു പ്രതിപക്ഷ പാർട്ടികളിലെ കരുത്തരായ നേതാക്കളെയൊക്കെ BJPയിലേക്ക് കൊണ്ടുവന്നും ഒക്കെ BJPയെ കരുത്തുറ്റതാക്കുക എന്ന് തന്നെയാണ് ഓപ്പറേഷൻ താമര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഇടത് വലത് പാർട്ടികളിലെ നേതാക്കളെ BJP പാളയത്തിലെത്തിക്കാൻ അമിത്ഷാ നിയോഗിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ്. സുധാകരൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് CPMനെ ഞെട്ടിച്ചിരുന്നു. ഇതൊരു സുവർണ അവസരമായി തന്നെ ശോഭാ സുരേന്ദ്രൻ എടുത്തു. അങ്ങനെ കളിയും തുടങ്ങി. സുധാകരനെ നന്ദിയറിച്ച് ശോഭ ഒരു കുറിപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിണറായിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ശോഭ ഈ ഓപ്പറേഷൻ താമര ഇറക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതിരഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മുൻ മന്ത്രി ശ്രീ സുധാകരനോട് നന്ദി പറയുന്നു. ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന CPMന്റെ നേതാക്കൾക്ക് BJP സംരക്ഷണം നൽകും. CPMന്റെ തീവെട്ടിക്കൊള്ളയ്ക്കെതിരെ അങ്ങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ CPM അത് നൽകുന്നില്ലെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ. അങ്ങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് എന്നായിരുന്നു ശോഭ കുറിച്ചത്. ആലപ്പുഴ തന്റെ തട്ടകമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശോഭയ്ക്ക് കയ്യിൽ കിട്ടിയ ഒരു വജ്രായുധം തന്നെയാണ് സുധാകരൻ. കാരണം ആലപ്പുഴ CPMൽ വിഭാഗീയത രൂക്ഷമായിരിക്കുകയാണ്. ഇതിനോടകം പലരും പാർട്ടി വിട്ട് പുറത്തു പോയിട്ടുമുണ്ട്. അതുമാത്രമല്ല, ആലപ്പുഴക്കാരനായ സുധാകരനെ പാർട്ടി അവഗണിക്കുകയാണ്. അതിൽ കലിതുള്ളിയിട്ടാണ് പിണറായിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് സുധാകരൻ. സുധാകരനെ തഴയുന്നതിൽ അദ്ദേഹത്തിന്റെ അണികൾ ഉൾപ്പെടെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസരമാണ്. അതേസമയം ഈ പാർട്ടി വിട്ട് പോയവരെയൊക്കെ തിരികെ എത്തിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ് MV ഗോവിന്ദൻ. അടിയുറച്ച CPM വിഭാഗക്കാരായ കുടുംബങ്ങളൊക്കെ കൂട്ടത്തോടെ പാർട്ടിക്ക് പുറത്തു പോവുകയാണ്. ഇത് CPMന്റെ അടിത്തറ ഇളക്കുന്നു എന്നത് സത്യം തന്നെയാണ്. CPM കുടുംബങ്ങളെല്ലാം ഈ പാർട്ടിക്ക് പുറത്തു പോയതോടെ ശോഭാ സുരേന്ദ്രന് ഇത് വോട്ട് കൂടാൻ വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. CPM വോട്ടുകളൊക്കെ ശോഭയ്ക്ക് പോയി എന്നായിരുന്നു റിപ്പോർട്ട്. അങ്ങനെ ശോഭയ്ക്ക് അനുകൂലമായി ആലപ്പുഴ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സുധാകരനെ പോലൊരു നേതാവിനെ ചൂണ്ടയിട്ടാൽ അത് ശോഭയ്ക്കും BJPക്കും ആലപ്പുഴയിൽ ഗുണം ചെയ്യും എന്നുറപ്പാണ്. CPMൽ മനം മടുത്ത് നിൽക്കുകയാണ് സുധാകരൻ എന്നാണ് പറയുന്നത്. മറുകണ്ഠം ചാടുമോ എന്ന CPMന് ഉറപ്പായിട്ടും പേടിയുണ്ട്. ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, BJP സൈബർ ഗ്രൂപ്പുകളും സുധാകരനെ അനുകൂലിച്ച് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ.